പല പ്രവാചകരും നടത്തിയിട്ടുള്ളൊരു കാര്യമാണ് ലോകാവസാനം ഉടൻ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ പല കാരണങ്ങൾ, അങ്ങനെ പ്രവാചകരൊക്കെ നടത്തിയിട്ടുള്ളൊരു ഒരു വീഡിയോസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ലോകാവസാനം ഉടൻ ഉണ്ടാകും എന്നൊരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമിട്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തെ ആ ഒരു ലോകാവസാനം സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. മെക്സിക്കൻ തീരത്ത് ഓറ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷ് മെക്സിക്കൻ തീരത്ത് കാണപ്പെട്ടു. അതായത് ഈ ഒരു ഈ ഒരു ഫിഷിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഫിഷ് വളരെ റെയർ ആയിട്ടുള്ളൊരു ഫിഷാണ്. കടലിന്റെ അടിയിൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫിഷ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആ ഒരു കരയിലേക്ക് വരുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ അത് കാണുകയാണെങ്കിൽ ലോകാവസാനം ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലോക ദുരന്തങ്ങൾ ഒരുപാട് ഉണ്ടാകും, അങ്ങനെയാണ് പറയപ്പെടുന്നത്. സൂചിപ്പിക്കുന്ന ഒരു മത്സ്യമാണ് ഓറ ഫിഷ് എന്ന് പറയുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് അതിനെ ശരിവെക്കുന്ന പലതരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മ്യാൻമറിലെ ഭൂകമ്പമാണെങ്കിൽ പോലും ഒരുപാട് പേര് മരണപ്പെട്ടു. അതൊരു ഏഷ്യ കണ്ടലിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭൂചലനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം എന്ന് പറയത്തക്കവണ്ണമാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തുടർച്ച, ഇതിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് അമേരിക്കയിൽ നടന്നിട്ടുള്ള കാട്ടുതീയുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരികയായിരുന്നു. അതിന് മുന്നേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പ്രളയത്തിന്റെ രൂപത്തിലായാലും, അല്ലെങ്കിൽ അതൊക്കെ ഈ ഒരു ഫിഷ് കാണുന്നതിന് മുന്നായിരുന്നു നമുക്ക് പറയാം. പക്ഷേ എന്നാൽ പോലും ഓരോ ഘട്ടമായി ഒരു സൂചന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കടലിന്റെ വളരെ അടിത്തട്ടിൽ അതിന്റെ മാത്രം ഒരു സ്പേസിൽ ജീവിക്കുന്ന ഒരു മത്സ്യമാണ്. അതാണിപ്പോൾ കരയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സൂചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയൊരു സൂചനയും കൂടെ ഇനി അടുത്തത് എന്താണ് വരാനുള്ളത്, അല്ലെങ്കിൽ ഇനിയൊരു ലോകാവസാനം എന്നുള്ള രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ഇനി എന്ത്, അതാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി ശരിക്കും ആ ഒരു ഫിഷ് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്നത്, അതായത് അതിന്റെ ഒരു മിത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ലോകം അവസാനിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരിതങ്ങൾ സംഭവിക്കുമെന്നാണ്. അത് ശരിയാണെന്ന് തന്നെ തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഇപ്പൊ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മ്യാൻമറിലെ ആ ഒരു ഭൂചലനത്തില് വളരെ വളരെ തീവ്രതയേറിയ ഒരു ഭൂചലനമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ്. 7.7 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂചലനവും പിന്നെ തുടർച്ചയായിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് 6.3 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം. ഈ ഒരു ഭൂചലനത്തിൽ രണ്ടിലും തായ്ലൻഡിലും മ്യാൻമറിലും ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രകമ്പനം നമ്മുടെ ഇന്ത്യയിലും ചൈനയിലും മറ്റു ഭാഗങ്ങളിലും അത് നന്നായിട്ട് പ്രതിഫലിക്കും, അല്ലെങ്കിൽ ഇനി എങ്ങനെ പ്രതിഫലിക്കാനുണ്ടെന്നുള്ളത് നമ്മൾ നോക്കിക്കാണ്ട കാര്യമാണ്. മറ്റു രാജ്യങ്ങളിലും അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിന്റെ എഫക്ട് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഇപ്പോഴും ആ ഒരു ഭൂചലനം അവസാനിച്ചിട്ടില്ല, അതിന്റെ ആ ഒരു കെടുതി ഇതുവരെ നിന്നിട്ടില്ല, അതിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, മരണങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ നിന്നടക്കം ഒരു സംഘം പോയി എന്നാണ് വരുന്ന വാർത്ത. അപ്പോൾ അത്രത്തോളം തീവ്രമാർന്ന ഒരു, മാത്രമല്ല മറ്റുള്ള അയൽ രാജ്യങ്ങളെടുത്ത് സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്, കാലാവസ്ഥ പോലും ഇന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ മാറി മറിയുകയാണ്, ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. എന്തിന് ഓരോ ദിവസവും എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഓരോ മണിക്കൂറിലും കാലാവസ്ഥ മാറുകയാണ്. വെയിലാണെങ്കിൽ അത് കഴിഞ്ഞ് മഴ ഉടനെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ അല്ലാതെ വേറൊരു ന്യൂസ് വന്നിട്ടുള്ള ഒരു ചിഹ്നഗ്രഹം ഉടനെ ഭൂമിയിൽ വന്ന് പതിക്കും എന്ന രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വിദൂരമല്ല, നമ്മുടെ ഭൂമിയിലെങ്ങാനും എന്തൊക്കെയാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതല്ലേ, എന്തൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കുന്നവർക്ക് നമുക്ക് എപ്പോഴും ഒരു ഭീതി തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യം. ഇങ്ങനെയുള്ള മിത്തൊന്നും വിശ്വസിക്കാത്തവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ശരിക്കും അത് തെളിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവൻ ആപത്തിലും. അതെ, പ്രകൃതി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എത്രത്തോളം ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രകൃതി എന്ന് പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പ്രകൃതി എന്ന് പറയുന്നത്. എന്തും എപ്പോഴും ഏത് സമയത്തും സംഭവിക്കാമെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ലോകാവസാനത്തിന്റെ ഒരു അടയാളമോ അല്ലെങ്കിൽ ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിച്ചേക്കാം. ഇനി അല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ മാറ്റി നിർത്തുന്നവർക്ക് അങ്ങനെ നിർത്തിയേക്കാം. പക്ഷെ ശരിക്കും ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു
ലോകാവസാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഓറ ഫിഷിനെ കണ്ടത്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് അത് മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടര്. മറ്റൊന്ന്, നമ്മൾ നമ്മുടെ പ്രകൃതിയെ എത്തരത്തിലെല്ലാം ദ്രോഹിച്ചു അതിന് തിരിച്ചടിയായിട്ട് അവരെല്ലാം നമുക്ക് തിരിച്ചു തരുന്നു, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ രീതിയിൽ അത് കാണുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഭൂചലനം ഉണ്ടായത് അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തി പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന രണ്ട് പേരായിരിക്കും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുക. പക്ഷെ അതിനെല്ലാം ഒരു ഏറ്റവും ലാസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ ദുരന്തങ്ങളും നമ്മുടെ ഒരുപാട് ജീവനുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇനി വരുന്നവയെങ്കിലും പ്രകൃതിനെ നമുക്ക് സ്നേഹിക്കാന്ന് പറയാൻ പറ്റും. അതെ, നമ്മള് അങ്ങനെ ഒരു രീതിയിൽ നല്ല രീതിയിൽ വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാത്ത രീതിയിൽ സംഭവിക്കുന്നത് എന്തായാലും സംഭവിച്ചോട്ടെ അല്ലേ, നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിക്കുന്നത് സംഭവിക്കും. അതുവരെ എല്ലാവരും നന്മയോടെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ മ്യാൻമറിലെ കാര്യം തന്നെ നമുക്കറിയാം. അവരൊക്കെ എന്തൊക്കെ ചിന്തകളിലൂടെ ജീവിച്ചവരായിരിക്കും. ഒരു നിമിഷം കൊണ്ടാണ് പലർക്കും പലരുടെയും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾക്ക് തന്നെ മനസ്സിലാവും. നമുക്കിവിടെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കേരളക്കാർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയും വരുന്നതൊക്കെ നമ്മൾ നേരിടുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതെ, അപ്പൊ എന്തായാലും ഈ ഒരു ഓറ ഫിഷ് എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജീവിനെ ഇപ്പൊ മെക്സിക്കോയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും അത് ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ, കാരണം ലോകാവസാനത്തിനൊരു അവസാനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കരുതാം. പക്ഷേ എങ്കിൽ പോലും അതില് അത് സത്യമാവാതിരിക്കട്ടെ, അങ്ങനെ മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും വിശ്വസിക്കുന്നത് ഇതിനെ റെയർ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ, അതായത് റെയർ ആയിട്ട് ഏറ്റവും കടലിന്റെ അടിയിൽ കാണുന്ന ഒരു ഫിഷ് ആയതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കരയിലേക്കൊക്കെ വന്നാൽ അത് ലോകം അവസാനിക്കും എന്ന രീതിയിലാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കിപ്പോൾ ഇതൊരു വളരെ ടെൻഷനായി കാണും. അയ്യോ, മ്യാൻമറിൽ ഈ സംഭവം കൂടെ നടന്നതിന് ശേഷം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൂടുതൽ ഭീതിയാണ്. അതെ, അങ്ങനെ ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു എന്താണ്, ഞങ്ങളൊരു ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയുള്ളവരോട് നമുക്ക് ഇതും കൂടി കൂട്ടി വായിക്കാം എന്നാണ് പറഞ്ഞത്. അത് കാരണമാണോ ഇനി ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഭീതിയില്ലാതെ എല്ലാവരും സന്തോഷമായിട്ട് നല്ല രീതിയിൽ അങ്ങനെ പോവണം. അതെ.